കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ വേനൽക്ക് മഴ പെയ്യാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വാടി കരിഞ്ഞ പോലെ തന്നെ കുരുമുളകൊക്കെ നന്നായിട്ട് വാടി കരിഞ്ഞു പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് ആഴ്ചയിൽ 2-3 തവണ നനക്കുന്നത് കൊണ്ടാണ് ഇതിന് വാട്ടമില്ലാത്തത്, അല്ലെങ്കിൽ നന്നായിട്ട് വാടി കാണും. ഏതായാലും വെള്ളമുണ്ട് നനയ്ക്കാൻ, അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, കുരുമുളക് ചുറ്റി ബുഷ് പേപ്പർ ആയതുകൊണ്ട് തന്നെ തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കമ്പൽ തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ മൊത്തം തിരിയാണ്. അപ്പോൾ ബുഷ് പേപ്പർ കുരുമുളക് നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ താമസമില്ലാതെ നനയുണ്ടെങ്കിൽ ഇതേപോലെ തിരിയിട്ട് കൊണ്ടുവരും. അതാണ് ബുഷ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 5 കിലോ കുരുമുളക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കാരണം വളരെ കുറവാണ് കിട്ടിയത്. പ്രാവശ്യത്തെ വിള വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ തന്നെ നമുക്കൊരു 5 കിലോ പോലെ കുരുമുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഇത് ബുഷ് പേപ്പറാണ്. അപ്പോൾ സ്ഥലം സൗകര്യം ഇല്ലാത്തവർക്ക് മുറ്റത്തൊക്കെ ഇങ്ങനെ സൗകര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് വളർത്തിയെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, മുമ്പേ നമ്മൾ കാണിച്ചതാണ്. കാണാത്തവർക്ക് അറിയാം. ഓടിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്താണ്. അതിൽ എന്ത് രീതിയിലുള്ള വളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടിയോ എല്ലുപൊടി, ചാണകപ്പൊടിയൊക്കെ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുമ്പേ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നുകൂടെ എടുത്ത് കാണിക്കുന്നത്. ഇതുപോലെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൃഷിഭവനും പഞ്ചായത്തും അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ബുഷ് പേപ്പറൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. ബുഷ് പേപ്പറിൻ്റെ തൈകളൊക്കെ നമ്മൾ അയച്ചു തരും. അപ്പോൾ ബുഷ് പേപ്പറിൻ്റെ ചട്ടിയിലുള്ള സൈസുകൾ ഇങ്ങനെയാണ്. ഉണ്ടല്ലോ, അതൊക്കെ തിരിയിട്ടതാണ്. തിരിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചട്ടിയിലുള്ള സൈസുകൾ ഇതാണ്. പിന്നെ പാക്കിങ്ങിൽ വേറെ ഉണ്ട്. കുരുമുളക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിങ്ങും വിപണന സാധ്യതയുള്ളൊരു ഭക്ഷ്യവസ്തുവാണ്. ഭക്ഷ്യവസ്തു മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല, ഒരു മെഡിസിനും കൂടിയാണ്. അനേകം രോഗങ്ങൾക്കും കൂടിയുള്ളൊരു മെഡിസിൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നട്ടു വളർത്തുന്നതുകൊണ്ട്, ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. ലാഭമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. കാലവർഷക്കെടുതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്നും രണ്ടെണ്ണമൊക്കെ നഷ്ടപ്പെട്ടൊക്കെ പോയെന്നിരിക്കും. എന്ന് കരുതിയിട്ട് നമ്മളത് നിർത്തിവെക്കാനൊന്നും പോകുന്നില്ല. കാരണം ആ ചോടിൽ തന്നെ നമ്മൾ വേറെയും നട്ട് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് 1 വർഷം കൊണ്ട് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഇതിന് കൂടുതൽ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. കുരുമുളക് കൃഷിയിലും മറ്റുമൊക്കെ താല്പര്യമുള്ളവരൊക്കെ, കൃഷിപരമായിട്ട് ചെയ്യുന്നവരൊക്കെ അതൊരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. അത് ചെയ്യാവുന്ന അത്ര നമ്മൾ ചെയ്ത് ഫലിപ്പിക്കുക. സ്ഥലവും സൗകര്യം ഉണ്ടെങ്കിൽ ഉള്ള സൗകര്യത്തിനനുസരിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക. മുറ്റത്തൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചാൽ നല്ലൊരു അലങ്കാരവുമാവും, നമുക്ക് അതിൽ നിന്ന് വരുമാനവും ലഭിക്കും. അപ്പം മുമ്പൊക്കെ നമ്മൾ കുരുമുളക് മലഞ്ചരക്ക് കടയിൽ ഹോൾസെയിലായിട്ട് കൊടുക്കുകയായിരുന്നു. ഇനി അത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ തന്നെ പാക്ക് ചെയ്ത് റീറ്റെയിലായിട്ട് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സംരംഭത്തെ കഴിയുന്ന മാതിരി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നല്ല ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കളങ്കമില്ലാത്ത കുരുമുളക് കിട്ടണമെങ്കിൽ കളങ്കമില്ലാതെ ബിസിനസ് ചെയ്യുന്നവരിൽ നിന്നും വാങ്ങാൻ ശ്രമിക്കുക. മറ്റുള്ളതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കുരുമുളകായിട്ടുള്ള നിങ്ങൾക്ക് ലഭിക്കുക അതിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പല മായങ്ങളും കൃഷിയുമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. വില കൂടിയ വസ്തുക്കളിലാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കൂടുതലായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.